കന്യാകുമാരി ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉത്ഭവത്തിന് മുമ്പ് ദ്രാവിഡ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്ന ഒരു ദേവതയാണ് കുമരി ദേവി. ശിവഭഗവാനുമായുള്ള വിവാഹം മുടയുന്നതിന് ശേഷം ഭഗവാനുമായുള്ള തീക്ഷ്ണമായ ഭക്തി കാരണം ദേവി ഇന്നും കന്യകയായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുവെന്നാണ് ഐതിഹ്യം. ഈ ദേവിയുടെ പേരിൽ നിന്നുമാണ് കന്യാകുമാരി എന്ന നാമം ഉത്ഭവിച്ചത്. ഭാരതത്തിന്റെ അഥവാ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ തന്നെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത്. ആധ്യാത്മികമായും ചരിത്രവും കലയും സംസ്കാരവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു പുണ്യഭൂമി. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നീ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം കൂടി അഥവാ ത്രിവേണി സംഗമം ഒക്കെ ആണ് കന്യാകുമാരി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ദീപൂസ് വ്ലോഗ് എന്നുള്ളത് മാറ്റി എൻഡ്ലെസ് ജേണി ബൈ ദീപു എന്നാക്കിയിട്ടുണ്ട്. കാരണം ഈ ദീപൂസ് വ്ലോഗ് എന്നുള്ളത് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ ഈ പേരിൽ ഇഷ്ടം പോലെ ചാനലുകളാണ്. അതുകൊണ്ട് ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ എപ്പിസോഡ് ഇപ്പോൾ ആരംഭിക്കുന്നത് പോപ്പുലർ അൺപോപ്പുലർ ഹിസ്റ്റോറിക്കൽ പിൽഗ്രിമേജസ് ആൻഡ് ടൂറിസ്റ്റ് പ്ലേസസ്, അതായത് പ്രശസ്തവും എന്നാൽ അത്ര പ്രശസ്തമല്ലാത്തതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ പിൽഗ്രിമേജസ്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ എത്രത്തോളം പോകുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ ഈ ശ്രമം വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം കന്യാകുമാരിയിൽ നിന്നും യാത്ര. തിരുവനന്തപുരം തമ്പാനൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്ററാണ് കന്യാകുമാരിക്കുള്ളത്. ഒരു തമിഴ്നാട് ബസ്സാണ് കിട്ടിയത്. നേരിട്ട് കന്യാകുമാരി കിട്ടിയില്ല. നാഗർകോവിൽ ബസ്സാണ് ഇപ്പം കിട്ടിയത്. തമിഴ്നാട് ബസ്സാണ് കിട്ടിയത്. അപ്പം നാഗർകോവിലിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് വേണം നമുക്ക് അടുത്ത ബസ് പിടിക്കണം. കന്യാകുമാരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ബസ് പിടിക്കണം. നമുക്ക് നോക്കാം. പിന്നെ കന്യാകുമാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1689 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ തെക്കേ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്നൊരു പട്ടണമാണ് കന്യാകുമാരി. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ്പ് കോമറിൻ എന്നറിയപ്പെട്ടിരുന്നു. ഇതിൻ്റെ കേപ്പ് കോമറിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും അടുത്തുള്ള പ്രധാന നഗരം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ്. പിന്നെ അവിടുത്തെ ത്രിവേണി സംഗമമാണ്, അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെയും അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഒക്കെ സംഗമസ്ഥാനമാണ് കന്യാകുമാരി. അപ്പോൾ അവിടെ കുടികൊള്ളുന്ന കുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഈ കന്യാകുമാരിക്ക്, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കന്യാകുമാരിക്ക് ആ പേര് കിട്ടിയത്. നമ്മളപ്പോൾ ഇപ്പോൾ നെയ്യാറ്റിൻകര എത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര പിന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ വളരെ പ്രശസ്തമാണ്. അതൊക്കെ നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന ദ്രാവിഡ ദേവതകളിൽ ഒരാളാണ് കുമരി ദേവി. നമ്മൾ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൽ എത്ര നേരം നിർത്തുമെന്ന് അറിഞ്ഞുകൂടാ. തമിഴ്നാട് ബസ്സായതുകൊണ്ട് പെട്ടെന്ന് എടുക്കുമെന്നാണ് പ്രതീക്ഷ. പിന്നെ നൂറ്റാണ്ടുകളായിട്ട് ഇതൊരു ആധ്യാത്മിക കേന്ദ്രവും കലാകേന്ദ്രവും കൂടിയാണ്. ഇത് ഒരു വ്യാപാര കേന്ദ്രവും കൂടിയായിരുന്നു. പിന്നെ ഇതിനകത്തിനും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരുത്വാമലയാണ്. അതായത് രാമായണത്തിലെ കഥകളുമായിട്ട് ബന്ധമുള്ള ഒരു പ്രദേശമാണ് മരുത്വാമല എന്ന് പറയുന്നത്. ഈ മരുത്വാമലയെക്കുറിച്ച് വളരെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അതായത് രാമരാവണ യുദ്ധത്തിൽ ലങ്കാപുരിയിൽ വെച്ച് പരിക്കേറ്റ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായിട്ട് ഔഷധ സസ്യങ്ങൾ ശേഖരിക്കാനായിട്ട് ഹനുമാൻ ഹിമാലയ സ്ഥാനുക്കളിലേക്ക് പറന്നു. പക്ഷേ എന്നാൽ അവിടെ എത്തിയപ്പോൾ ഈ ഏതൊക്കെ മരുന്നുകളാണ് വേണ്ടതെന്ന് ഹനുമാൻ മറന്നുപോയി. ഹനുമാൻ സ്വാമിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മലയുടെ എന്ത് ചെയ്തു, ഇത് മറന്നുപോയതുകൊണ്ട് ഈ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞിരുന്ന മലയുടെ ഒരു ഭാഗം അടർത്തിക്കൊണ്ട് ലങ്കയിലേക്ക് പറന്നു. അപ്പോൾ ഈ അടർത്തിയെടുത്ത് വന്ന മലയുടെ ഒരു ഭാഗം അടർന്നു വീണതാണ് ഈ മരുത്വാമല എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം.
പിന്നെ കന്യാകുമാരി പ്രദേശത്ത് കാണുന്ന അനേകം ഔഷധ സസ്യങ്ങൾ ഇപ്രകാരം ഉണ്ടായതാണ്. അവിടെ അതുപോലെ തന്നെ ഈ കന്യാകുമാരിയിലും ഈ മരുത്വാമലയുടെ താഴ്ഭാഗത്തുമൊക്കെ എന്ന് പറഞ്ഞാൽ താഴ്വരകളിലുമൊക്കെ സിദ്ധം, ആയുർവേദം, വർമ്മകല എന്നീ പാരമ്പര്യ ചികിത്സാ മുറകളും ഇവിടെ പ്രബലമായിട്ട് നിലനിൽക്കുന്ന ചികിത്സാ മുറകളാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചേര, ചോള, പാണ്ഡ്യ, നായക രാജാക്കന്മാർ കന്യാകുമാരി ഭരിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കന്യാകുമാരി പത്മനാഭപുരം ആസ്ഥാനമായ വേണാടിൻ്റെ ഭാഗമായി തീർന്നു. അപ്പം വേണാട് ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടത്തിൽ വേണാടിൻ്റെ അതിർത്തി ആലുവ വരെ വികസിപ്പിച്ച് തിരുവിതാംകൂർ സ്ഥാപിച്ചതിന് ശേഷം കന്യാകുമാരി ജില്ല തെക്കൻ തിരുവിതാംകൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1741 പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തി. 1947 വരെ കന്യാകുമാരി തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. നമ്മളങ്ങനെ ഇവിടെ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ്സിൽ വേണം കന്യാകുമാരിക്ക് പോകാൻ. ഈ നാഗർകോവിലെത്തിയപ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ബസ്സുകൾക്കൊക്കെ നമ്പരാണ്. അത് തന്നെയല്ല, പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിലായതുകൊണ്ട് എനിക്ക് വായിക്കാനും പറ്റില്ല. അപ്പം നമ്പരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്പർ ഞാനൊരാളോട് ചോദിച്ചപ്പോൾ 813 എന്നാണ് നമ്പർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലെത്തി. അവിടെ കന്യാകുമാരിയിൽ ഒരു ഗോപുരം, നമ്മളങ്ങോട്ട് കയറുന്ന വഴിയിൽ ഒരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിൽ വെൽക്കം ടു കന്യാകുമാരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ക്ഷേത്രത്തിലൊക്കെ പ്രവേശിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ കന്യാകുമാരിയിലോട്ട് പ്രവേശിക്കുന്നത് സ്ഥലമെന്ന് പറയുന്നത്. ഇത് കന്യാകുമാരി ജില്ലയല്ല, കന്യാകുമാരിയിലെ പ്രധാനപ്പെട്ട ബീച്ചിലോട്ടും അതുപോലെ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുന്നതാണ്. ആ കുമാരിയമ്മൻ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുന്നുള്ളതാണ്. ഇവിടെ എന്തോ ഒരു ആരാധനാലയമൊക്കെ ഉണ്ട്, ആരാധിക്കുന്ന എന്തോ ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങാതെ ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. കാരണം കന്യാകുമാരി ബീച്ച് റോഡിൻ്റെ അവിടെ ഒരു റൗണ്ടുണ്ട്. ആ റൗണ്ടിൻ്റെ അവിടെ ഇറങ്ങിയാൽ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ എളുപ്പമാണ്. ആ റൗണ്ടിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, കാരണം അവിടെയാണ് കൂടുതലും ഹോട്ടലുകളും ലോഡ്ജുകളുമൊക്കെ അവിടെയാണ്. അത് തന്നെയല്ല, ബീച്ചിലോട്ട് പോകാനും ഒക്കെ സൗകര്യം അവിടെയാണ്. പക്ഷേ ഈ ബസ് സ്റ്റാൻഡിൽ അധികം ആളും തിരക്കൊന്നുമില്ല. കാരണം ഈ ബസ് സ്റ്റാൻഡിൽ ആരും ഇങ്ങോട്ട് വരത്തില്ല. മിക്കവാറും എല്ലാവരും അവിടെ ഇറങ്ങത്തേ ഉള്ളൂ. കന്യാകുമാരി ബസ് സ്റ്റാൻഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 1 കിലോമീറ്റർ ദൂരം ഒന്നും ആൾക്കാർ എത്തത്തില്ല. എല്ലാവരും അവിടെ ആ റൗണ്ടിൻ്റെ അവിടെ ഇറങ്ങിയാൽ എളുപ്പമുണ്ട്. നമ്പാനൊരു പോലെ അത്ര വലിയ വികസനമുള്ള ഒരു ബസ് സ്റ്റാൻഡൊന്നും അല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ടുവന്ന് ബസ്സുകൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ബസ്സുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത്ര വലിയ പുരോഗതിയൊന്നുമില്ല. ഈ കന്യാകുമാരിയുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് വന്നിറങ്ങി അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അല്ലാത്ത കണ്ടില്ലേ, ബസ്സുകളൊക്കെ വളരെ കാലിയായിട്ടാണ് വരുന്നത്. ബസ്സുകളിൽ അധികം ആളൊന്നുമില്ല. ആളുകളൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ബസ്സുകൾ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുന്ന് കയറാനും അധികം ആളുകളൊന്നുമില്ല. കാരണം എല്ലാ വണ്ടികളും അവിടെ റൗണ്ടിൻ്റെ അവിടെ നിർത്തി ആളെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മളവിടെ ബീച്ച് റോഡിൻ്റെ അവിടെ റൗണ്ടിൻ്റെ അവിടെ ഇറങ്ങി നിന്നാൽ മതി. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നടന്ന് നമ്മൾ മുന്നോട്ട് പോയി വലത്തോട്ട് പോയാൽ സൺസെറ്റ് പോയിന്റ്, സൂര്യാസ്തമയത്തിൻ്റെ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് റൈറ്റിലോട്ട് പോകണം. റൈറ്റിലോട്ട് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1/2 കിലോമീറ്ററോടെ ഉള്ളൂ. 1/2 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിൻ്റെ സ്ഥലത്തെത്തും. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു 1 കിലോമീറ്റർ നടക്കണമെന്നാണ് പറഞ്ഞത്. ബസ് അതുവഴി തന്നെയാണ് വന്നത്, എങ്കിലും നമുക്കങ്ങോട്ട് നടക്കാം. അപ്പോൾ ഈ പറഞ്ഞത് കന്യാകുമാരി ഈ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർന്നു. 1947 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുകയും ഇവിടെ നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ. ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഈ പള്ളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വിദേശ രാജ്യത്തൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ്. നല്ലൊരു പള്ളിയാണ്.
പിന്നെ 1947 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുകയും രാജഭരണം അവസാനിക്കുകയും ചെയ്തു. 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപവൽക്കരിച്ചപ്പോൾ കന്യാകുമാരിയും തിരുക്കൊച്ചിയുടെ ഭാഗമാക്കി മാറ്റി. 1956 ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ പുനർനിർമ്മിച്ച സമയത്ത് കന്യാകുമാരിയെ തമിഴ്നാടിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അതായത് കന്യാകുമാരിയിൽ കൂടുതലും തമിഴാണല്ലോ, അതുകൊണ്ട് തമിഴ്നാടിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. ഈ കന്യാകുമാരി മുനമ്പിൽ നിന്നുള്ളത് ഈ സൂര്യാസ്തമയ കാഴ്ചകളാണ്. ഉദയവും അസ്തമയവും ഏറ്റവും പ്രധാന ആകർഷണമായിട്ട് പറയുന്നത് ഈ ഉദയവും അസ്തമയവുമാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് നടക്കാനെന്നാണ് പറഞ്ഞത്. പക്ഷെ ഓട്ടോയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഓട്ടോയൊക്കെ ആ റൗണ്ടിൻ്റെ അവിടെ ഉള്ളൂ. ഈ കാഴ്ചകളൊക്കെ ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. പക്ഷെ കുഴപ്പമില്ല, നല്ല വിശപ്പുണ്ട്. എങ്കിലും ഈ കാഴ്ചകളും നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. ഹോട്ടലോ റെസ്റ്റോറൻറ്റോ തപ്പി നടക്കുകയാണ്. നമുക്ക് നോക്കിയെടുക്കാം, തപ്പിയെടുക്കാം. എവിടുന്നാലും കിട്ടിയല്ലേ പറ്റുള്ളൂ. ആദ്യമേ വിശപ്പുണ്ട്. ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ. നോക്കാം. ഓക്കെ. ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഹോട്ടൽ ത്രിവേണി എന്നാണ് പേര്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഒരു അയ്യപ്പൻ്റെ പടമൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ധാരാളം അയ്യപ്പന്മാരുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു അയ്യപ്പൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കുഴപ്പമില്ല, സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഹോട്ടലാണ്. വൃത്തിയൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം പോയി കൈ കഴുകിയിട്ട് വരാം. കൂടുതലും ടൂറിസ്റ്റുകളാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. കൈ കഴുകിയിട്ട് നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടേ പറ്റുള്ളൂ. കാരണം ചോറുണ്ണണം. ഉച്ച സമയമാണ്, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ചോറ് വന്നു. ചോറ്, പപ്പടം, പായസം, പിന്നെ ഒരു പച്ചടി പോലെ എന്തോ ഒരു സാധനം, വറുത്തരച്ച കറി, സാമ്പാർ, വറുത്തരച്ച തീയലുണ്ട്, മോര്, അതുകൂടാതെ രസം. ഉള്ളത് വൈറ്റ് റൈസാണ്. ഇവിടെ മിക്കവാറും കേരളം വിട്ടാൽ എല്ലാ സ്ഥലത്തും വൈറ്റ് റൈസാണ് കൂടുതലും ഉള്ളത്. എന്തായാലും ചോറുണ്ടിട്ട് നമുക്ക് അടുത്തത് ലോഡ്ജ് തപ്പണം. ഊണ് കഴിഞ്ഞിട്ട് ഒരു റൂം കിട്ടിയാൽ റൂമിൽ കയറി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങണം. ഞാനിവിടെ വന്ന് ഒരു ലോഡ്ജ് കിട്ടിയിട്ടുണ്ട്. ഇത് JPM ലോഡ്ജ് എന്നാണ് പേര്. കാരണം ഞാൻ സിംഗിളായിട്ട് വന്നതുകൊണ്ട് ഇവിടെ പലയിടത്തും അന്വേഷിച്ചപ്പോൾ ഒരാൾക്കായിട്ട് റൂം കൊടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ JPM ലോഡ്ജിൽ 1200 രൂപയാണ് ഒരു റൂമിൻ്റെ റേറ്റ്. ഇപ്പോൾ സീസൺ സമയമാണ്, ശബരിമല സീസൺ സമയം ആയതുകൊണ്ട് നമുക്ക് റൂമിനൊക്കെ റേറ്റ് കൂടുതലാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ സാമാന്യം വൃത്തിയുള്ള ഒരു സ്ഥലവും അതുകൂടാതെ തന്നെ വളരെ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. കാരണം നമുക്കിവിടുന്ന് ഇറങ്ങി ബീച്ച് റോഡിലോട്ട്, കുമാരിയമ്മൻ ക്ഷേത്രത്തിലോട്ട്, ഗാന്ധി പാർക്കിലോട്ട്, ബോട്ട് ജെട്ടിയിലോട്ടൊക്കെ പോകാൻ വളരെ സൗകര്യമാണ്. എന്തായാലും വൃത്തിയുള്ള, പുറമേ നിന്ന് നോക്കിയാൽ നല്ല വൃത്തിയുണ്ട്. ഇനിയിപ്പോൾ റൂമൊക്കെ ഒന്ന് കാണണം. എനിക്കിഷ്ടപ്പെട്ടു, തിരക്കേടില്ല. AC റൂമാണ്. പക്ഷേ 1200 രൂപയ്ക്ക് നോൺ AC കിട്ടുള്ളൂ. റൂം AC ആണെങ്കിൽ ഒരു AC ഓൺ ചെയ്യത്തില്ല. നോൺ AC റൂമാണ്. 1800 രൂപ കൊടുക്കണം AC-ക്ക്. ഇപ്പോൾ താക്കോല് തന്നു, ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. പുറത്തെ വൃത്തി അകത്തുണ്ടോയെന്ന് അറിയണമല്ലോ. കുഴപ്പമില്ല, സാമാന്യം തരക്കേടില്ലാത്ത ഒരു റൂമാണ്. ഒരു ഡബിൾ കോട്ട് കട്ടിൽ, TV, പിന്നെ കണ്ടില്ലേ 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ സെറ്റി, നല്ലൊരു ഡബിൾ കോട്ട് കട്ടിൽ, സുഖമായിട്ട് കിടക്കാം. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നെ 2 സൈഡിലും ബെഡ് ടേബിളുണ്ട്, സ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ബെഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഉണ്ട്, പക്ഷെ അത് ഓണല്ല. ഇവിടെ ഒരു കബോർഡുണ്ട്.
കബോർഡ് വെച്ചിട്ടുണ്ട്. കബോർഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം സ്ഥലമുള്ളൊരു പക്ഷേ അകത്ത് സ്വല്പം വൃത്തി കുറവാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് മൊത്തത്തിൽ കാണാവുന്നൊരു കണ്ണാടിയുണ്ട്. നമ്മുടെ മുടി മുതൽ നഖം വരെ കംപ്ലീറ്റ് കാണാവുന്നൊരു ഫുൾ കണ്ണാടിയുണ്ട്. ഇനി നമുക്ക് ബാത്റൂം, ടോയ്ലറ്റ് വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഫ്ലഷ് ടാങ്കൊക്കെ ഉണ്ടല്ലേ, വെള്ളം പൊക്കോണ്ടിരിക്കുന്നു. ഫ്ലഷ് ടാങ്ക് ലീക്കാണെന്ന് തോന്നുന്നു. ഒരു വാഷ് ബേസിനുണ്ട്. വാഷ് ബേസിന് മുകളിൽ തന്നെ കണ്ണാടിയുണ്ട്. ഷവറുണ്ട്. കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ളത്, അത്യാവശ്യം വൃത്തിയുള്ളത്. ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാം. രാവിലെ എണീറ്റു ഉദയം കാണാൻ വേണ്ടിയിട്ട് ഉള്ള യാത്രയാണ്. കാരണം ഇന്ന് ഉദയം കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. നല്ല ക്ലൗഡിയായിട്ട് കിടക്കുകയാണ്. ഇന്നലെയൊക്കെ ചാറ്റമഴ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഉദയം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഉദയം കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ സൺറൈസ് പോയിൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബോർഡ് കണ്ടില്ലേ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ്, ഇടത്തോട്ടാണ് സൺറൈസ് പോയിന്റിലോട്ട് പോകുന്നത്. ഈശ്വര, കാണാൻ ഭാഗ്യം ഉണ്ടാവണേ. നല്ല ക്ലൗഡിയാണ്. ഇത് നമ്മൾ കുമാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടാണ് പോകുന്നത്. കുമാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ആണ് ഇതുള്ളത്. ഈ കുമാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട എപ്പോഴും അടച്ചിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം ഈ കുമാരിയമ്മൻ ദേവിയുടെ മുക്കുത്തിയെക്കുറിച്ചുള്ളൊരു കഥയാണത്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ദേവിയുടെ മുക്കുത്തിയുടെ വെട്ടമടിച്ചിട്ട് കപ്പലുകൾ, അത് ഈ ലൈറ്റ് ഹൗസിലെ വെട്ടം ആണ് എന്ന് ധരിച്ച് കപ്പലുകൾ ഇവിടെ അടുപ്പിക്കുകയും ഈ പാറകളിൽ ഇടിച്ച് മുങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളുമൊക്കെ നമ്മളിനി പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉദയം കാണാനുള്ള യാത്രയാണ്. 6:37 ഉദയം. ഇത് കുമാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയാണ്, അല്ല പടിഞ്ഞാറേ നട. അതെ, പടിഞ്ഞാറേ നടയാണ്. പടിഞ്ഞാറേ നടയിൽ കൂടിയാണ് പ്രവേശനം. കിഴക്കേ നട അടച്ചിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇത് മതിലാണ്, ക്ഷേത്രത്തിൻ്റെ മതിലാണ്. വലിയ തിരക്കൊന്നുമില്ല. റോഡിലെങ്ങും അധികം ഈ പറയുന്നത് പോലെ ജനബാഹുല്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ഉദയം കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കാം ആൾക്കാരും വരാത്തതെന്ന് തോന്നുന്നു. എങ്കിലും കടകളൊക്കെ അടഞ്ഞു കിടക്കുക. ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പകൽ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തുറന്നിരിക്കും. ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട. ക്ഷേത്രം കാലത്ത് തന്നെ തുറന്നിട്ടുണ്ട്. ഇതാണ് കുമാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിനോട് അടുത്ത് 2 കട തുറന്നിട്ടുണ്ട്. അത് ഈ ശംഖും അതുപോലെ കണ്ണാടി, അതുപോലെ കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരകൗശലങ്ങൾ വിൽക്കുന്ന കടയാണ്. അത് തുറന്നിട്ടുണ്ട്. 2 കടയും തുറന്നിട്ടുണ്ട്, കണ്ടില്ലേ. അത് കൂടുതലും കരകൗശല സാധനങ്ങൾ. അയ്യോ, ഞാനീ തിരക്കില്ല എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ഇവിടെ ഭയങ്കര തിരക്കാ. നമ്മൾ വരുന്നതിന് മുമ്പേ ഇവിടെ ആളുകളെല്ലാം എത്തിക്കഴിഞ്ഞു. നല്ല ജനബാഹുല്യമുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് കണ്ടില്ലേ, വിവേകാനന്ദ പാറ കാണാം. അതോടൊപ്പം തിരുവള്ളുവർ പ്രതിമ, ഇത് രണ്ടും കാണാം. അവിടെയാണ് ഉദയം. മൊബൈലും ഒക്കെ പിടിച്ച് എനിക്ക് മുമ്പേ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇതൊക്കെ ഈ ഉദയം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് വന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഉദയം കാണുക, പ്രാർത്ഥിക്കുക, സൂര്യഭഗവാന്റെ അനുഗ്രഹം നേടുക എന്നൊക്കെ പറയുന്നത് കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശേഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ധാരാളം ജനങ്ങളുണ്ട്, കണ്ടില്ലേ. ചുറ്റിനും നല്ല ജനബാഹുല്യമാണ് ഉദയം കാണാൻ. ഇത് കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ മതിലാണ്. ഇവിടെ ചുറ്റിനും നല്ല തിരക്കാണ്. അയ്യോ, നല്ല തിരക്കുണ്ട്. ക്ലൗഡിയാണ് കേട്ടോ. ഇന്നിത് കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. എന്തായാലും വന്നത് വെറുതെ ആവുമെന്നാണ് തോന്നുന്നത്. നല്ല ക്ലൗഡിയായിട്ടിരിക്കുന്നു. അയ്യോ, ഇന്നിത് കാണാൻ പറ്റും എന്ന് തോന്നുന്നില്ല. വലിയൊരു ചതിയായിപ്പോയല്ലോ. ഇവിടെയൊക്കെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, കണ്ടില്ലേ. ഇഷ്ടം പോലെ ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്.
ഇനിയും കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ല ഇന്ന്. സൂര്യൻ ഉദിച്ചു വരുന്ന സ്ഥലം അവിടെയാണ്. പിന്നെ ഈ കന്യാകുമാരി ദേവിയെക്കുറിച്ച് പറഞ്ഞാൽ, കന്യാകുമാരി ദേവി എന്ന് പറയുന്നത് കന്യകയും കുമാരിയുമായ കൗമാരക്കാരിയുമായ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള കന്യാകുമാരി ദേവി എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ അവതാരമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഉദയത്തിൻ്റെ സമയം ഏതാണ്ട് കഴിഞ്ഞു. ഒരു രക്ഷയുമില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ക്ഷേത്രത്തിൽ വീഡിയോ ക്യാമറ, മൊബൈൽ ഇതൊന്നും അലൗഡ് അല്ല. ഇതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടേ നമ്മളെ അകത്ത് കയറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കയറി തൊഴുതിട്ട് വരാം. തൊഴുതിട്ട് വന്നതിന് ശേഷം ക്ഷേത്രത്തിൻ്റേതായ ചില ഐതിഹ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കന്യകയും കൗമാരക്കാരിയുമായ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള കന്യാകുമാരി ദേവി ആദിപരാശക്തിയുടെ അവതാരമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പോലും അഥവാ പ്രപഞ്ച സൃഷ്ടിയുടെ പോലും കാരണഹേതുവായിട്ട് ഹൈന്ദവ സംസ്കാരത്തിൽ സങ്കല്പിക്കപ്പെടുന്ന ആദിപരാശക്തി ബാണാസുര നിഗ്രഹണത്തിനായി കുമാരി കാണ്ഡമെന്ന ഭൂഖണ്ഡത്തിൽ അവതരിച്ചതായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഈ കുമാരികാണ്ഡം എന്ന് പറഞ്ഞാൽ ഐതിഹ്യം നഷ്ടപ്പെട്ട ഭൂഖണ്ഡം എന്നാണ് അതിൻ്റെ അർത്ഥം. ഐതിഹ്യം നഷ്ടപ്പെട്ട ഭൂഖണ്ഡം. ഇത് ദേവിയുടെ വാഹനമാണെന്ന് തോന്നുന്നു. കുതിര, ഒരു വാഹനം, ദേവിയുടെ വാഹനത്തിൻ്റെ രൂപമാണ്. ഈ വൈഷ്ണവ സന്യാസിയായ ഇതാണ് കന്യാകുമാരി ദേവി. കന്യാകുമാരി ദേവിയുടെ ഫോട്ടോ ഞാൻ അകത്ത് കയറി തൊഴുതിട്ടിറങ്ങി. പക്ഷെ ദേവിയുടെ ഫോട്ടോ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, കാരണം ഉള്ളിൽ പ്രവേശനമില്ല. പിന്നെ വൈഷ്ണവ സന്യാസിയായ വാദിരാജ തീർത്ഥ തൻ്റെ തീർത്ഥ പ്രബന്ധത്തിൽ ബാണാസുരനെ വധിക്കാൻ ഭൂമിയിൽ ഇറങ്ങിയ ലക്ഷ്മി ദേവിയായിട്ടാണ് കന്യാകുമാരിയെ വിശേഷിപ്പിക്കുന്നത്. രാമായണം, മഹാഭാരതം, സംഘകൃതികളായ മണിമേഖല, പുരാണനൂർ, കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ സംഹിതയിലെ വൈഷ്ണവ ഉപനിഷത്തായ നാരായണ, അതല്ലെങ്കിൽ മഹാനാരായണ എന്ന് പറയും ഉപനിഷത്ത്, അത് ഉപനിഷത്ത് മഹാനാരായണ ഉപനിഷത്താണ്. എന്നിവയിൽ ദേവി കന്യാകുമാരിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഏകദേശം AD 60-80 കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടതായിട്ട് കരുതപ്പെടുന്ന പെരിപ്ലസ് ഓഫ് ദി എരിത്രോറിയൽ എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ കന്യാകുമാരി ദേവതയുടെ പ്രചാരത്തിൻ്റെ വ്യാപനത്തെപ്പറ്റിയും കൊമോറി എന്ന മറ്റൊരു സ്ഥലവും ഒരു തുറമുഖവും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം, അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ധാരാളം രേഖകൾ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അറബിക്കടല്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം എന്നീ സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. വേദത്തിന് മുമ്പുള്ള തമിഴ് കാലഘട്ടത്തിൽ, അതായത് ദ്രാവിഡ കാലഘട്ടത്തിൽ, അസുരനായ ബാണാസുരൻ കന്യാകുമാരി ദേശത്തിൻ്റെ അഥവാ കുമാരികാണ്ഡത്തിൻ്റെ അധിപനും ശക്തനുമായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം കഠിന തപസ്സിലൂടെ ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിക്ക് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കാവൂ എന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തു. ഈ ശക്തമായ വരത്താൽ അവൻ നിർഭയനായി തീരുകയും ലോകമെമ്പാടും നാശം വിതയ്ക്കുകയും ഇന്ദ്രാദി ദേവതകളെ അവരുടെ വാസസ്ഥാനത്തു നിന്നും പുറത്താക്കുകയും അടിസ്ഥാന പ്രകൃതി ഘടകങ്ങളായ അഗ്നി, ജലം, വായു എന്നീ ദേവന്മാർ ഏകോപിപ്പിക്കപ്പെടാതെ ഇന്ദ്രദേവന് തുടർഭരണം നടത്തുവാനും ഏകോപിപ്പിക്കുവാനും കഴിയാതെ വരികയും ചെയ്തു. നാടോടി ഐതിഹ്യമനുസരിച്ച് ഭഗവതിക്ക് മാത്രമേ ക്രമം പുനഃസ്ഥാപിക്കുവാൻ കഴിയൂ എന്നാണ് വിശ്വാസം. ബാണാസുരനെ വധിക്കാനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുവാനും ഭഗവതി കുമാരിയായി ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്ത് അവതരിച്ചുവെന്നും സങ്കല്പിക്കപ്പെടുന്നു. ഇത് എനിക്ക് തോന്നുന്നു തെക്കേ നടയാണ്, പക്ഷെ അത് അടച്ചിട്ടിരിക്കുകയാണ്. നേരത്തെ തുറന്നിട്ടിരിക്കുന്നതായിരിക്കണം, അത് അടച്ചിട്ടിരിക്കുന്നു. തെക്കേ നടയാണ്. അപ്പോൾ അങ്ങനെ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്ത് ദേവി അത് അവതരിച്ചു. കൗമാര പ്രായക്കാരിയായ പെൺകുട്ടിക്ക് ശിവഭഗവാനോട് അപാരമായ ഭക്തി ഉണ്ടാവുകയും ശിവഭഗവാൻ സംപ്രീതനായി അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി
ഭഗവാൻ ശുചീന്ദ്രത്തു നിന്നും യാത്ര തുടങ്ങി. കന്യകയായ ഒരു ദേവിക്ക് മാത്രമേ ബാണാസുരനെ വധിക്കാൻ സാധിക്കൂ എന്ന് നിരീക്ഷിച്ച നാരദമുനി ഇത് വിവാഹത്തിൻ്റെ ശുഭമുഹൂർത്തമായി നിശ്ചയിച്ചിരുന്ന ബ്രാഹ്മ മുഹൂർത്തത്തിന്, അതായത് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഉദയത്തിന് 5 നാഴികയ്ക്ക് മുന്നെയാണ്, മുമ്പേ തന്നെ പൂവൻ കോഴി കൂവാനായിട്ടുള്ള കാരണമുണ്ടാക്കി. അയ്യോ, ഇത് ആ പടിക്കെട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ടില്ലേ, ഇത് കടലാണ്. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ, നല്ല വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ സ്വാമിമാരും അല്ലാത്ത ആളുകളും ഒക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് കുഴപ്പമില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ പൂവൻ കോഴി കൂവാനായിട്ടൊരു കാരണമുണ്ടാക്കി. അപ്പോൾ അങ്ങനെ കാരണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് വിവാഹത്തിൻ്റെ മുഹൂർത്തം കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ വിവാഹം തടസ്സപ്പെട്ട കുമാരി ശിവഭഗവാനെ കാത്തിരിക്കുകയും ഒടുവിൽ തഴയപ്പെട്ടെന്ന് അനുമാനിക്കുകയും അസഹനീയമായ അപമാനവും സങ്കടവും ദേഷ്യവും കൊണ്ട് അവൾ കണ്ടതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. അവൾ ഭക്ഷണമെല്ലാം വലിച്ചെറിഞ്ഞു, വളകൾ പൊട്ടിച്ചു. അവൾക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന ഭക്ഷ്യകണങ്ങളാണ് കന്യാകുമാരിയിലെ വർണ്ണാഭമായ മണലിൻ്റെ ഉറവിടമെന്ന് പറയപ്പെടുന്നു. വളരെ ഭംഗിയാണ് ഇവിടുത്തെ മണൽ എന്ന് പറയുന്നത്. ഒടുവിൽ സ്വസ്ഥത കൈവന്നപ്പോൾ അവൾ നിരന്തര തപസ് ചെയ്തു. യുഗങ്ങൾക്ക് ശേഷം ബാണാസുരൻ കുമാരി ആരാണെന്നറിയാതെ വശീകരിക്കുവാനും സമീപിക്കുവാനും ശ്രമിച്ചു. കുപിതയായ കുമാരി ഒറ്റയടിക്ക് ബാണാസുരനെ വധിച്ചു. തൻ്റെ മരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് ബാണാസുരൻ തൻ്റെ മുന്നിലുള്ളത് ആദിപരാശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞു. തൻ്റെ പാപങ്ങളിൽ നിന്ന് തന്നെ മോചിപ്പിക്കുവാൻ അവൻ അവളോട് പ്രാർത്ഥിച്ചു. ബാണാസുരനെ വധിച്ച ശേഷം കുമാരി പാർവതീ ദേവിയുടെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് തൻ്റെ ഭർത്താവായ ശിവനുമായി വീണ്ടും ഒന്നിച്ചു. ഭഗവതി കുമാരിയമ്മൻ ക്ഷേത്രത്തിൽ കുമാരിയായി തന്നെ തൻ്റെ ദിവ്യ സാന്നിധ്യം നിലനിർത്തി. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ കുമാരിയമ്മൻ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് ഇത്. പരശുരാമനുമായിട്ടും ഒക്കെ ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇത് പരശുരാമഭൂത ഗണപതി ക്ഷേത്രമെന്ന് പറയും. നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. പക്ഷേ അവിടെ കുമാരിയമ്മൻ ക്ഷേത്രം പരശുരാമ ഗണപതി ടെമ്പിൾ, പരശുരാമ ഗണപതി ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ചെറിയ അമ്പലമാണ്. കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള ചെറിയൊരു ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നത് കന്നിമൂല ഗണപതി എന്നൊക്കെ പറയുന്നത് പോലെ. ഇല്ല, ഇത് കന്നിമൂലയല്ലല്ലോ. ഇത് ഏകദേശം ഈശാനകോണ് വരും. ഈശാനകോണിലാണ് ഈ ഗണപതി ക്ഷേത്രം ഇരിക്കുന്നത്. നല്ല വൃത്തിയുണ്ട് ഇവിടൊക്കെ. പണ്ടൊക്കെ ഈ കന്യാകുമാരി വന്നു കഴിഞ്ഞാൽ വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊക്കെ മാറി നല്ല വൃത്തിയുണ്ട് കന്യാകുമാരിയിൽ. പൊതുവെ ഇപ്പോൾ നല്ല വൃത്തിയുണ്ട്. ആകാശം ക്ലൗഡിയായിട്ട് കിടക്കുകയാണ്. ഇത് ഗണപതി ക്ഷേത്രത്തിൻ്റെ ഗോപുരം. മിക്കവാറും നമ്മുടെ ഈ തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഗോപുരം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചതായിരിക്കും. ഗോപുരത്തിന് വലിയ പ്രാധാന്യമാണ്. ഗോപുരം വലിയ രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിർമ്മിക്കും. ഭഗവാനെ വിഘ്നേശ്വരൻ സ്നിഗ്ധാര. ഇവിടെ നിന്നാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. കണ്ടില്ലേ, തിരുവള്ളുവർ പ്രതിമയും വിവേകാനന്ദ പാറയും ഒക്കെ കാണാം. കടലാണ്. ഇവിടുന്ന് നമ്മൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ പുറത്തെത്തുമ്പോൾ ഇതൊരു ചെറിയ ഉപക്ഷേത്രമാണ്. പരശുരാമ ഗണപതി ടെമ്പിൾ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.